എടോ കെ രാകേഷേ, നീയൊക്കെ റെസീറ്റ് കുറ്റിയുമായി നീ വരുമല്ലോ ഞങ്ങളുടെയൊക്കെ വീട്ടിലേക്ക്. നീയും നിന്റെ പാർട്ടിക്കാരും റെസീറ്റ് കുറ്റിയുമായി വരുമ്പോ അപ്പറിയാട്ടോ, അപ്പറിയാം. ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സംഭാവന പിരിക്കാം അല്ലേ? ജനങ്ങളെ ഭീഷണിപ്പെടുത്തി കണ്ണുരുട്ടി നിങ്ങൾക്ക് സംഭാവന പിരിക്കാം. അതിന്റെ കണക്ക് ചോദിക്കുമ്പോ കണക്ക് തരാൻ സൗകര്യമില്ലാന്ന്. കേട്ടോ, എന്ത് ചെറ്റ വർത്താനാണോ ഇത്? എന്ത് ചെറ്റ വർത്തമാനമാണോ ഇത് കെ രാകേഷേ? ഇതല്ലാതെ എങ്ങനെയാണോ ചോദിക്കുക? ഉളുപ്പുണ്ടോ? പത്രക്കാരുടെ മുമ്പിൽ നിന്ന് ഞെളിച്ച് പറയാണ് ഞങ്ങൾ പിരിക്കും. എവിടുന്ന് പിരിക്കും? ജനങ്ങളിൽ നിന്ന് പിരിക്കും. ജനങ്ങൾ കണക്ക് ചോദിച്ചാൽ കൊടുക്കില്ല. ജനങ്ങൾ കണക്ക് ചോദിച്ചാൽ കൊടുക്കില്ല. ഞങ്ങൾ വന്ന് പിരിക്കും. ഞങ്ങൾ ഭീഷണിപ്പെടുത്തി പിരിക്കും. ഞങ്ങൾ ഗുണ്ടകളാണ്, ഞങ്ങൾ കൊലയാളികളാണ്. ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 51 വെട്ടുവെട്ടി കൊല്ലും. ടി പി ചന്ദ്രശേഖരനെ അറിയില്ലേ? കൃപേഷിനെ അറിയില്ലേ? ശരത്ലാലിനെ അറിയില്ലേ? എന്തോ ഭാഗ്യത്തിന് വി കുഞ്ഞികൃഷ്ണനെ കൊന്നില്ല. വി കുഞ്ഞികൃഷ്ണനെ കൊന്നില്ല. പകരം എന്താ ചെയ്തത് അറിയോ ഈ അധപ്പന്മാര്? വി കുഞ്ഞികൃഷ്ണൻ വീട്ടിലില്ലാത്തപ്പോ വീട്ടിൽ 3 കുട്ടികൾ മാത്രമാണ്. അപ്പോഴാണ് അവര് ഗേറ്റിന് മുന്നിൽ നിന്ന് മാലപ്പടകം പൊട്ടിക്കുന്നത്. മാലപ്പടകം പൊട്ടിക്കുകയാണ്. എന്നിട്ട് പരനാറി പരനാറി കുഞ്ഞികൃഷ്ണ എന്ന്. എടോ പരനാറി, ഈ കാരണഭൂതമാണോ പരനാറി എന്ന് പറയുന്നത്? നീയാണോ കെ രാകേഷേ പരനാറി? എന്നിട്ട് കുഞ്ഞികൃഷ്ണനോട് പറയാണോ എടോ കുഞ്ഞികൃഷ്ണ ആവാൻ നിനക്കൊന്നും ആവില്ലടോ, കട്ടുമുടിക്കുക അല്ലെ? നിന്റെ വേറൊരു ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ ഉണ്ടെന്നുകയാണ് അല്ലെ? ജയിലിൽ ഉണ്ടെന്നു പത്മകുമാർ, ഭഗവാന്റെ സ്വത്ത് കട്ടെടുത്തവൻ, ഭഗവാന്റെ സ്വർണം കൊള്ളയടിച്ചവൻ. അവനെ നിങ്ങൾ പുറത്താക്കിയിട്ടില്ല. അപ്പോൾ ഭഗവാന്റെ അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തവനെ ഞങ്ങൾ പുറത്താക്കില്ല. ഞങ്ങളുടെ രക്തസാക്ഷികളുടെ ഫണ്ട് കട്ടെടുത്തവനെ ഞങ്ങൾ പുറത്താക്കില്ല. പകരം ചോദ്യം ചോദിച്ചവനെ, ഇത് ശരിയാണോ എന്ന് ചോദിച്ചവനെ ഞങ്ങൾ പുറത്താക്കും. അവൻ ഒറ്റുകാരനാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എടോ ഉളുപ്പും മാനവുമുള്ള ആരെങ്കിലും, മനുഷ്യത്വമുള്ള ആരെങ്കിലും ഈ പാർട്ടിയിൽ തുടരുമോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോഴാണ് ഈ നൃശംസൻ പറയുന്നത്, ഈ പരമച്ചറ്റ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ പിരിക്കും, ഞങ്ങൾ മുക്കും, ഞങ്ങൾ നക്കും. നിങ്ങൾ ചോദിക്കരുത്. വെക്കടോ മേശപ്പുറത്ത് കണക്ക്, വെക്കടോ കണക്ക് എന്ന് ഇവിടുത്തെ ഓരോ മനുഷ്യനും കൈചൂണ്ടി നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വെക്കില്ല. പക്ഷേ നിങ്ങൾ നാളെ വരുമല്ലോ. റെസീറ്റ് കുറ്റിയുമായി കാർത്തിച്ചു തുപ്പും ചൂലെടുക്കും ഇവിടുത്തെ പെണ്ണുങ്ങൾ. അറിയോ കെ രാകേഷേ? നീയൊക്കെ സഖാവാണോ? എന്ത് സഖാവാണോ നീയൊക്കെ? ഉളുപ്പുണ്ടോ? നിന്റെ ശരീരഭാഷ കണ്ടാൽ അറിയാം നീ പറയുന്നത്. നിന്റെ കാപട്യം നിന്റെ ശരീരഭാഷ കണ്ടാൽ അറിയാം അല്ലേ? വി കുഞ്ഞികൃഷ്ണൻ നോക്ക്, ചിരിക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ. പുറത്താക്കിയ കുഞ്ഞികൃഷ്ണൻ ചിരിക്കുകയാണ്. അതാണ് സഖാവ്. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു എനിക്കറിയാമായിരുന്നു എന്നെ പുറത്താക്കുമെന്ന്. നിങ്ങൾക്ക് എത്ര പേരെ ഇങ്ങനെ പുറത്താക്കി അവസാനം CPM എന്ന് പറയുന്നത് കള്ളന്മാരുടെ, കൊള്ളക്കാരുടെ, അഴിമതിക്കാരുടെ, കൊലപാതകികളുടെ, അമ്പലക്കള്ളന്മാരുടെ പാർട്ടിയായി മാറുന്നു. എന്നിട്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത് എന്താ പറയുന്നത്? ഞങ്ങൾ ഇതാ 3ാം വട്ടവും വരാൻ വേണ്ടി പോകുകയാണ് അല്ലെ? LDF തുടർഭരണം ഉറപ്പാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പത്തനംതിട്ടയിൽ. ഭവന സന്ദർശനം എല്ലാ പ്രതിസന്ധികളെയും നീക്കുമെന്നും പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആരും സ്വയം സ്ഥാനാർത്ഥികളാകേണ്ട എന്നും അല്ല പറയുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി പറയാണ് ആരും അങ്ങനെ സ്ഥാനാർത്ഥികളൊന്നും ആകേണ്ട കേട്ടോ, അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും, സമയമാകുമ്പോൾ പാർട്ടി തീരുമാനിക്കും. പക്ഷേ തിരഞ്ഞെടുപ്പ് നയിക്കുന്നത് ആരായിരിക്കും? ഞാൻ തന്നെയായിരിക്കും നയിക്കുക. ഞാനല്ലാതെ പിന്നെ ആര്? ഞാനും എന്റെ മോളും അല്ലെ? ഞാനും എന്റെ മോളും എന്റെ മോനും എന്റെ മനുമോനും എന്റെ പൊണ്ടാട്ടിയും. അതാണ് CPM എന്ന് പ്രഖ്യാപിക്കുകയാണ് പിണറായി വിജയൻ. പിണറായി വിജയ, ഇതൊക്കെ പറയാൻ താൻ ആരാടോ? പാർട്ടി സെക്രട്ടറിയാണ് ഇതൊക്കെ പറയേണ്ടത്. ഗോവിന്ദൻ എന്ന് പറയുന്ന അപ്പൻ ഗോവിന്ദനാണ് ഇതൊക്കെ പറയേണ്ടത്. പക്ഷെ അപ്പൻ ഗോവിന്ദന് പറയാൻ ധൈര്യമുണ്ടോ? അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറിയേക്കാൾ മുകളിലാണ്, ദേശീയ സെക്രട്ടറിയേക്കാൾ മുകളിലാണ്, MA ബേബിയേക്കാൾ മുകളിലാണ് പിണറായി വിജയൻ. ആ മനുഷ്യൻ പാർട്ടിയെ നശിപ്പിച്ച് എന്നിട്ട് പറയുന്നു 3ാം തവണ അധികാരത്തിൽ വരുമെന്നല്ലേ? 3ാം തവണ നിങ്ങൾ 140 മണ്ഡലങ്ങളിലും നിങ്ങൾ തോൽക്കാൻ പോകുകയാണ്. പക്ഷെ നിങ്ങൾ ത്രികോണ മത്സരം നടക്കുമ്പോ നിങ്ങൾ ചില കളികളൊക്കെ കളിക്കും. പക്ഷെ ആ കളികൾ എല്ലാ കാലത്തും ആ കളികളെ കൊണ്ട് നിങ്ങൾക്ക് ജയിക്കാനാവില്ല. പിന്നെ നിങ്ങളുടെ അമേദ്യം തിന്നുന്ന, പിണറായി വിജയന്റെ അമേദ്യത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന വി കുഞ്ഞികൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നട്ടുച്ച നേരത്ത് ഇപ്പോൾ പാതിരാത്രിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സൗകര്യമില്ലടോ എന്ന്.
അതാണല്ലോ പാർട്ടി ചെയ്യുന്നത്. നട്ടുച്ച നേരത്ത് പാർട്ടി സെക്രട്ടറി പറയും ഇപ്പോ പാതിരാത്രിയാണ്, അപ്പോൾ അടിമ സഖാക്കളൊക്കെ കൈയടിച്ച് പാസ്സാക്കും, ഇപ്പോൾ പാതിരാത്രിയാണ്. എപ്പോഴാ പറയുന്നത്? നട്ടുച്ചക്ക്. സൗകര്യമില്ലടോ, സൗകര്യമില്ല. എത്ര കാലം ഈ കള്ളത്തരം പറഞ്ഞ് നിങ്ങൾക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റൂ അല്ലേ? ഇതാണ് ഇന്നലത്തെ ഏറ്റവും അശ്ലീലം നിറഞ്ഞ കാഴ്ച എന്ന് പറയുന്നത്. ഇതായിരുന്നു രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കെ രാഗേഷ് എന്ന് പറയുന്ന അധമനായ പരനാറി എന്ന് വിളിക്കായിരുന്നു. വി കുഞ്ഞികൃഷ്ണന്റെ വീട്ടിന്റെ മുന്നിൽ നിന്ന് പരനാറി എന്ന് വിളിക്കേണ്ടത് ഇവനെയാണ്. കെ രാഗേഷ് എന്ന് പറയുന്ന പരമച്ചറ്റയാണ്. ഇവനാണ് പറയുന്നത് ഞങ്ങൾ പിരിക്കും, പക്ഷെ കണക്ക് ചോദിക്കരുത്, കണക്ക് തരില്ല, ഞങ്ങൾ പിരിക്കും, കണക്ക് തരാൻ സൗകര്യമില്ലാന്ന്. കേട്ടോ, ഇങ്ങനെ ഒരു അധമൻ അല്ലേ? ഏത് കാലത്ത് ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങളുടെ ഈ കാപട്യമേ ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 140 മണ്ഡലങ്ങളിലും നിങ്ങളെ തറ തൊടാതെ നിങ്ങളെ പറപ്പിക്കും കേട്ടോ ഇവിടത്തെ സാധാരണ ജനങ്ങൾ. അവരുടെ മനസ്സിൽ ഇങ്ങനെ കനലെരിയുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. തൽക്കാലം ഇത്ര മാത്രം.